ഒരു വാർത്തയുണ്ട്. മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും CPM ഭീകര കേന്ദ്രമാക്കുന്നു എന്നുള്ള വാർത്തയാണ്, മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമാന എംബ്രേഡ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടാക്കി MLA ഭാരവാഹിയായി. MLA എന്ന് പറയുന്നത് ആരാ? കേരളത്തിലൊരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്, മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവാണ് MK മുനീർ. അദ്ദേഹത്തിൻ്റെ ഭാരവാഹിത്വത്തിൽ ഈ അമാന എംബ്രേഡ്സ് യുവാക്കളെ ഈ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെയുള്ളൊരു ആക്ഷേപം എന്താ? ഈ കമ്മിറ്റിയിൽ, ഈ എംബ്രേഡ്സ് കമ്മിറ്റിയിലുള്ള ഗവേണിംഗ് ബോഡിയിലുള്ള ഈ പേരുകാർ, ഇപ്പോൾ നേരത്തെ ചില ചാനലുകളൊക്കെ കൈരളി ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട OK സലാം, നമുക്കറിയാം നമ്മുടെ കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ 5 പേര് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്വർണ്ണക്കടത്തിലേക്കായിരുന്നു അത് നയിച്ചിരുന്നത്. അതിൽ ഈ കസ്റ്റംസും മറ്റും അന്വേഷിച്ച് അന്ന് മുങ്ങി വിദേശത്ത് പോയ ഈ OK സലാം, അതുപോലെ അബൂലൈസ്, ഇവരൊക്കെ MK മുനീറിൻ്റെ ഈ കമ്മിറ്റിയിലെ ഗവേണിംഗ് ബോഡി അംഗങ്ങളായി എന്ന് പറയുമ്പോൾ ഈ കൊടുവള്ളിയെ ഈ പറയുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആരാണ്? മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ CPM അല്ല, മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വമാണ് ഇതിന് പരിശ്രമിക്കുന്നത്. ഇങ്ങനെ ഭീകരവാദ കേന്ദ്രമാക്കാനാണ് പരിശ്രമിക്കുന്നത് ആര്? മുസ്ലിം ലീഗാണ് പരിശ്രമിക്കുന്നത്. എന്നിട്ടെല്ലാം CPMൻ്റെ നേരെ അങ്ങ് തിരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുക. വളരെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ചെറുപ്പക്കാരെ, ഈ യുവജനങ്ങളെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇവരെ കാരിയർമാരായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇതിൽ ബന്ധപ്പെട്ടവർ മറുപടി പറയണം. ഈ കൊടുവള്ളിയും നമ്മുടെ കോഴിക്കോടുമൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന, തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോകുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുള്ള നാടാണ്. ആ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ നിസ്സഹായതയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ഈ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. ഈ MLAയും ഈ പറയുന്ന അമാന എംബ്രേഡ്സിനെതിരെയും വളരെ ശക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. MLAയുടെ പങ്കും അതോടൊപ്പം MLAയുടെ അപ്പുറത്തേക്ക് ഈ MLA ഒക്കെ നിയന്ത്രിക്കുന്ന അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവർ ഇതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ കൊടുവള്ളി MLAയെ കുറിച്ച് പറഞ്ഞാൽ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ അത് എന്തോ മുസ്ലിം വിരുദ്ധതയാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം പരിശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ നേരത്തെ ഒരു അനുഭവം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന UDFൻ്റെ കൺവീനർ, ആ UDFൻ്റെ കൺവീനർ ഒരു കത്ത് കൊടുത്തിരുന്നു. ഖുർആനിൽ സ്വർണം കടത്തി KT ജലീൽ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പച്ച നുണ പ്രചരിപ്പിച്ച് കേരളത്തിൽ നടത്തിയ പ്രചരണത്തിൻ്റെ ഒടുവിൽ ഒരു കത്ത് കൊടുക്കുക UDFൻ്റെ കൺവീനർ. ആർക്ക്? നരേന്ദ്രമോദിക്ക് കത്ത് കൊടുത്ത് കേരളത്തിലെ, പ്രത്യേകിച്ച് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ മതസ്ഥാപനങ്ങൾ റെയ്ഡ് നടത്താൻ EDക്കും മറ്റ് കേന്ദ്ര ഏജൻസികൾക്കും റെയ്ഡ് നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന UDFൻ്റെ കൺവീനറെ അന്ന് മുസ്ലിം ലീഗ് ഒരക്ഷരം പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. ആ തീരുമാനത്തോടൊപ്പം നിന്നതാ അന്നത്തെ മുസ്ലിം ലീഗ്. എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് നേരെ വിമർശനം വരുമ്പോൾ, തെളിവുകൾ ഇവർക്ക് നേരെ വരുമ്പോൾ ഇവരെന്ത് പറയുന്നു? മതത്തെ ഒരു പടച്ചട്ടയായി ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നു. ഈ മതത്തെ പടച്ചട്ടയാക്കി ഈ ആക്ഷേപം ഉന്നയിച്ച് സമൂഹത്തിൽ വലിയ രീതിയിൽ ധ്രുവീകരണത്തിന് പരിശ്രമിച്ചാലൊന്നും ഇവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇതിന് മറുപടി പറയണം. എന്തിനാണ് മുസ്ലിം ലീഗ് നേതാവിന് ഇങ്ങനെ ഒരു അമാന എംബ്രേഡ്സുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് ഈ പറയുന്ന കൊടുവള്ളിയിലെ നേരത്തെ പറഞ്ഞ OK സലാം, അതുപോലെ അബൂലൈസ് പോലുള്ളവരുമായിട്ടുള്ള ബന്ധം, അവരെ കൂട്ടിയോജിപ്പിച്ച് എന്തിനാണ് MK മുനീർ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? ഇതിൻ്റെ പിന്നിൽ ഉറപ്പിച്ചും തറപ്പിച്ചും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വലിയ സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട്. ഈ MK മുനീറിനും സംഘത്തിനും ഈ പറയുന്ന തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. ഗുരുതരമായ ആരോപണമാണ്, ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ ഗവൺമെന്റും ബന്ധപ്പെട്ടവരും തയ്യാറാകണം. അതോടൊപ്പം മുസ്ലിം ലീഗ് ഒരു കൃത്യമായ അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറയണം, സാക്ഷാൽ തങ്ങൾ തന്നെ പത്രക്കാരെ കണ്ട് പറയട്ടെ, ഇത് വലിയ ആക്ഷേപമല്ലേ? ഒരു വലിയ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ ആകെ കൂട്ടത്തോടെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, അവർ സ്വർണ്ണക്കടത്തിന്റെ കാരിയർമാരായി മാറുന്നു എന്നുള്ള സംശയം വരുന്നു. ഇവർ പറയണ്ടേ? ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സമൂഹത്തോട് മറുപടി പറയണ്ടേ? സമൂഹത്തോട് മറുപടി പറയണം. ഇങ്ങനെ ഗുരുതരമായ തെറ്റിലേക്ക് ഒരു നാട്ടിലെ ചെറുപ്പക്കാരെ ഒന്നും അറിയാത്തവരെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഈ സംശയത്തിന് ഉത്തരം നൽകാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തയ്യാറാകണം. ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ മതം ഇങ്ങനെ ഉപയോഗിച്ച് ഒരു പടച്ചട്ടയായി മുന്നിൽ വെച്ച് അങ്ങനെ തടി തപ്പാമെന്ന് മുസ്ലിം ലീഗ് കരുതണ്ട. മുസ്ലിം ലീഗിന്റെ ഈ വല്ലാത്ത ചെയ്തികൾക്കെതിരെ ശക്തമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കൊടുവള്ളിയെ ഈ പറയുന്ന ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാക്കി മാറ്റാനും ഈ ഭീകര കേന്ദ്രമാക്കി മാറ്റാനും പരിശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന്റെ MLA ആണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.